ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സെക്കൻഡ് ഡേ ഹൽദിക്കുള്ള റെഡിയായത്. ഇന്നലത്തെ മൈലാഞ്ചി ആൻഡ് ഹൽദിക്കുള്ള ഇതൊക്കെ കുറച്ച് റെഡിയൊക്കെ ആയി. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന്. സോ ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ടുഗെദർ. ശരിക്കും പറഞ്ഞാൽ ഈ മോർണിംഗ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം പുതിയൊരു സ്ഥലത്ത് ആൻഡ് നമ്മൾ വേറൊരു കൈൻഡ് ഓഫ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ എല്ലാം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട്, അങ്ങനെ കുറേയധികം സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു മൂഡ് സെറ്റ് ചെയ്തതെന്ന് തന്നെ പറയണം. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഫങ്ഷൻ ഹൽദി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് മഞ്ഞയായിരുന്നു, ഡ്രസ് കോഡ്. സോ നമ്മളെല്ലാവരും മഞ്ഞക്കിളികളായിരുന്നു അന്ന് രാവിലെ. വെരി നൈസ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ തണുപ്പുണ്ട് ഇപ്പോൾ, പക്ഷെ ഭയങ്കര തണുപ്പില്ല, ഭയങ്കര ചൂടില്ല. സോ നല്ലൊരു സുഖമുണ്ട്. ഇന്ന് രാത്രി നല്ല തണുപ്പുണ്ട്, പക്ഷേ രാവിലെ ഇപ്പം നല്ല സുഖം. വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എടുക്കണം എന്ന് തോന്നും, പക്ഷേ ആരെങ്കിലും ചുറ്റും എന്നെ നോക്കുന്നു എന്ന് എനിക്ക് കാണുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അതെന്തായാലും നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് എനിവേ നമ്മളിനി വെന്യൂ എത്തി. ഇനി വെന്യൂവിൽ എന്താ സംഭവം എന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെത്തിയവർക്ക് വീണ്ടും കഴിക്കാൻ ഫുഡ് പിന്നൊന്നും പറയണ്ടല്ലോ. ഹൽദി ഫങ്ഷൻ നടക്കുന്നതിൻ്റെ കൂടെ ഞാൻ അതുപോലെ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് അറിയോ? ഹോസ്റ്റിൻ്റെ വോയിസ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കേൾക്കണം, ബിക്കോസ് ഷീ സൗണ്ടഡ് സോ ബ്യൂട്ടിഫുൾ. कोशिश करें कि आप सही जवाब दे रहे हैं. दोनों तरफ सेम ऑफर चलाई जा रही है. अगर लड़की वाले जीते तभी, लड़के वाले जीते तभी. चलिए देखते हैं कि पहला सही जवाब कौन. ये सर बताइए कि कौन सी हीरो था ये डायलॉग था. आमिर खान इज द राइट. 3 2 1. दोनों में से अच्छा खाना कौन बनाता है? मुझे चैताली थोड़ा सा ज्यादा लकी है कि हैंडसम तो ही साथ में खाना भी बना लेते हैं. वन चेक. ओके, आई रिक्वेस्ट कि आप दोनों भी एक एक बलून ले लीजिए. जिन बच्चों को बलून ब्लो करना नहीं आता है वो किसी और की हेल्प ले सकते हैं. जिनको आता है वो ब्लो कर लीजिए. बलून का जो मिनिमम ശരിക്കും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം എന്ന് പറയുന്നത് രണ്ട് പേര് എന്നല്ല, രണ്ട് ഫാമിലീസ് യുണൈറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണെന്നെല്ലാം. പക്ഷേ ആക്ച്വലി ഇതുപോലുള്ള ചില ഫങ്ഷൻസ് ആക്ച്വലി അതുപോലത്തെ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന എനിക്കിത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തോന്നി. കാരണം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിലായിരുന്നു ആ ഹോൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയാതെ ആ ഒരു ഫണ്ണിൽ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ദാറ്റ് മെയ്ഡ് ദ ഹോൾ ഫങ്ഷൻ റിയലി ഹോൾസം. അങ്ങനെ അടിപൊളി ഹൽദി ഫങ്ഷന് ശേഷം നമ്മൾ റൂമിൽ തിരിച്ചെത്തി. നമുക്കും കിട്ടി ഗിഫ്റ്റ്, സാരി, പൊട്ട്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു പാക്കറ്റ്. സത്യം പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചിലവ് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാവുമല്ലോ, അതായിരിക്കും ചിലപ്പോൾ. എനിവേ ഇന്ന് ഈവനിങ് ആണ് സംഗീത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷം വൈകുന്നേരം ഷെയർ ചെയ്യാം. ബൈ. ഹായ്. അപ്പോൾ ഇതാണ് എൻ്റെ സംഗീത് കോസ്റ്റ്യൂം. അപ്പോൾ നോക്കാം സംഗീതം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. ലേറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ഫംഗ്ഷനാണ് സംഗീത് എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെയൊക്കെ ആയിരിക്കുമോ, അതുപോലെ അതിൻ്റെ അടുത്ത് എത്തുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. ബട്ട് ദെൻ ഐ മസ്റ്റ് സേ ഇത് നെക്സ്റ്റ് ലെവലായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കുറേ മുകളിലായിരുന്നു പ്രോഗ്രാം.
അവിടെ നമ്മൾ ചെറുതായി നമ്മുടെ ഫുഡ് അടി പരിപാടി തുടങ്ങിയപ്പോഴാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി, വിച്ച് ജസ്റ്റ് ബ്ലൂ മൈ മൈൻഡ്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സൈഡിലുള്ളവർക്ക് പറ്റുന്നത്ര ആൾക്കാർക്ക് ഡാൻസ് കളിക്കുക എന്നുള്ളൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടൊന്നും പറയണ്ട, ഡാൻസും പാട്ടും. ഓ तेरे लिए बेताब है जाने जा, दर्द जिगर कैसे बयां तुझसे करे दिल बे. शादी करो जी. कल्याणम किले कल्याणम जो कोई रहे गुजर दुनिया से को. इसी के साथ मैं हूं आपका होस्ट एंड दोस्त एंकर शब्बीर, आपसे लेता हूं अलविदा. थैंक यू शर्मा अंकल एंड स्पेशली थैंक्स टू रिलीफ इवेंट. थैंक यू सो मच. बाद में ना कहना कुछ भी, पहले ही दे दूं वार्निंग, पार्टी चलेगी टिल. അങ്ങനെ പരിപാടി മൊത്തം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബൾബ് ഓൾമോസ്റ്റ് ഓഫായി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി, റൂമിൽ പോയാൽ മതി എന്നായി. കാരണം അത്രയും എക്സോസ്റ്റായി പരിപാടി കണ്ടും പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്തും ഫുഡും ഒരുപാട് കഴിച്ചു. പക്ഷേ നമ്മൾ എപ്പോഴും വരുന്നൊരു സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ ഈ വെന്യൂരെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ഈ ഒരു വാക്ക് ഉണ്ട്, ഇതിൻ്റെ സൈഡിലേക്കൂടിയുള്ള വാക്ക്, അതെനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി നമ്മൾ അതിലേക്കൂടി വാക്ക് ചെയ്യാനും തീരുമാനിച്ചു, ഈവൻ ദോ നമ്മൾ ടയർഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും. ആൻഡ് ദാറ്റ് ഈസ് ഡെഡിക്കേഷൻ, അല്ലേ? അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചു. വെരി 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 ടയേർഡ്, ബട്ട് അടിപൊളി ഫങ്ഷൻ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡേ. പിന്നെ എന്താ പറയുക, എനിക്കറിയില്ല. കാരണം കംപ്ലീറ്റ് ഒരു ബിഗ് ഫാറ്റ് ഇന്ത്യൻ വെഡ്ഡിങ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ എന്ത് തോന്നും. ആൻഡ് മോർ ഓവർ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ചുമ്മാ പോയി കല്യാണം കൂടി വരിക എന്നുള്ളതിനും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര അടിപൊളി സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. അപ്പോൾ ഇന്നത്തെ പക്ഷെ ടയേർഡാണ്, കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ടയേർഡ്. അപ്പോൾ ഇനി ഉറങ്ങി നാളെ രാവിലെ ഇനിയിപ്പോൾ കല്യാണത്തിന് റെഡി ആവണം. സോ നമുക്കിനി നാളെ കണ്ടാലോ. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് please do subscribe if you love watching whatever I put up on my channel. So see you tomorrow. Till then, bye bye, take care and good night.